പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഇന്ന് ഈ സമയത്തെ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിച്ച വേദഭാഗം ഞാൻ ഒരിക്കലൂടെ എടുത്തു വായിക്കുന്നു. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങളാണ് അബ്രഹാമിന് ചെയ്തത്. മക്കളില്ലാതിരുന്ന സ്ഥാനത്ത് തൻ്റെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത കണ്ട ദൈവം തനിക്കൊരു മകനെ കൊടുത്ത് ആ കുടുംബത്തെ ദൈവം മാനിച്ചു. ഈ പകൽക്കാലം ദൈവസേനയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന പ്രധാനമായ 2 വിഷയങ്ങളാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ഒന്ന്, നമ്മൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നവരായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അപ്പോൾ കാണാത്തതായ ഒരു കാര്യത്തെ ഉൾക്കണ്ടുകൊണ്ട് കണ്ട് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെടണമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം, നമുക്ക് പലവിധ വിശ്വാസങ്ങളുണ്ട്. അത് അവിശ്വാസമുണ്ട്, വിശ്വാസമുണ്ട്. വിശ്വസിക്കുമ്പോൾ തന്നെയും അതിനെ പല നിലയിൽ കൂടെ നമ്മൾ സംശയദൃഷ്ടിയാൽ അതിനെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തോടുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിനകത്ത് നമ്മളൊരു ശക്തി പ്രാപിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. നമ്മൾ എന്താണോ കർത്താവിനെ കുറിച്ച് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്, യേശു കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൽ നമ്മളൊക്കെ ഒരു ഉറപ്പുണ്ടാകും. നമ്മളതിനെ ശക്തിപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അതേ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടവർക്ക് മാത്രമേ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരാൻ സാധിക്കത്തുള്ളൂ. ഏത് പ്രതികൂലം മുൻപിൽ വന്നാലും ആ പ്രതികൂലങ്ങളെ നമുക്ക് അതിജീവിപ്പാൻ കഴിയണമെങ്കിൽ എനിക്ക് ഈ പ്രതികൂലത്തെ അതിജീവിപ്പാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ടാകും. 2, എൻ്റെ മനസ്സിലുള്ള ആ വിശ്വാസത്തിൽ എനിക്കൊരു ശക്തി ഉണ്ടാകണം, ഒരു ഉറപ്പുണ്ടാകണം. ആ വിശ്വാസത്തെ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഏത് പ്രതികൂലത്തെയും അതിജീവിപ്പാനായിട്ട് സാധിക്കുന്നത്. ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചെറിബാലനായ ദാവീദ് ഗോലിയാത്തിനെ തകർത്ത് കളയുവാൻ സാധിച്ചതിന്റെ പ്രധാന കാരണം തൻ്റെ ഉള്ളിൽ മറ്റുള്ളവർക്കില്ലാതിരുന്നതായ ഒരു വിശ്വാസം തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തോടു കൂടിയാണ് ദാവീദ് കാലുകൾ മുൻപോട്ട് വെച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കർത്താവിലുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം. മറ്റേതെങ്കിലും ഒരു കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. മറ്റേതെങ്കിലും ഒരു കാര്യങ്ങളെ, വ്യക്തികളെയോ കാണുന്നത് പോലെ യേശു കർത്താവിനെ കാണുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ വിശ്വാസത്തിൽ, യേശുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ശക്തി പ്രാപിക്കണം. കർത്താവ് സുവിശേഷങ്ങൾ, വേദപുസ്തകത്തിലെ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ ആ സുവിശേഷങ്ങളിലൊക്കെ യേശു ചെയ്ത അത്ഭുതങ്ങളോട് ബന്ധത്തിൽ യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആ തീക്ഷ്ണത, വിശ്വാസത്തിന്റെ ആ ശക്തി, അതിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒന്ന്, ഇന്ന് പകൽക്കാലം ദൈവം എന്തെങ്കിലും നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിൽ നമ്മൾ അത് ശക്തിപ്പെടണം. അത് അല്പവിശ്വാസമേ ഉള്ളൂ. ആ വിശ്വാസത്തിൽ നമ്മൾ അത് ബലപ്പെട്ട് ശക്തി കയറണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 2ാമത് ഇവിടെ പറഞ്ഞ ആ ഭാഗത്തോട് ചേർന്ന് പറയുന്നത്, വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെട്ടാൽ ദൈവത്തിന് മഹത്വം കൊടുത്തു. കാരണം മഹത്വപൂർണനായ ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ ഏത് വിശ്വാസത്തിലാണോ ശക്തിപ്പെട്ടത്, ദൈവത്തിലുള്ള വിശ്വാസത്തിലാണോ നമ്മൾ ശക്തിപ്പെട്ടതെങ്കിൽ അതിൽ കൂടെ നമ്മൾ കൊടുക്കുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് സംസാരിപ്പാൻ എന്നെ ഏൽപ്പിച്ചതായ ഒരു വചനം ഇതാണ്, അല്ലെങ്കിൽ ദൂത് ഇതാണ്. നിങ്ങൾ കർത്താവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ബലപ്പെട്ടേ പറ്റൂ. പ്രതികൂലങ്ങളെ കണ്ട് നിങ്ങൾ പകച്ചു
നിൽക്കുകയല്ല. നിങ്ങളെ വിളിച്ചവനായ ദൈവത്തിങ്കൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം. അബ്രഹാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. തന്റെ ഏകജാതനായ മകനെ ദൈവത്തിന് കൊടുത്താൽ പോലും ആ ചാരത്തിനകത്തു നിന്നും തനിക്കൊരു മകനെ നൽകുവാൻ ദൈവത്തിന് കഴിയുമെന്ന ഒരു വിശ്വാസം തന്നിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസത്തെ താൻ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് അതേ മോറിയാമലയിലേക്ക് തന്റെ മകനുമായിട്ട് അബ്രഹാം കടന്നുപോയത്. അപ്പോൾ വിശ്വാസത്തിന്റെ ആ തീക്ഷ്ണത ദൈവം നോക്കുന്നുണ്ട്. ഇന്ന് പലക്കാലം നമ്മൾ കർത്താവിൽ ദൈവത്തിൽ ഉള്ള ഒരു വിശ്വാസത്തിൽ നമ്മളൊന്ന് ശക്തിപ്പെട്ടാണ്. ആ ശക്തിയിൽ കൂടെ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ കൂടെ ദൈവത്തിന് സകല മഹത്വവും നമ്മൾ കൊടുക്കണം. സകല മഹത്വത്തിനും യോഗ്യനായവൻ ദൈവമാണ്. മറ്റ് ഉള്ള ആർക്ക് കൊടുക്കുന്ന മഹത്വത്തെക്കാൾ അധികമായി നാം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെട്ട് നിങ്ങളുടെ ചുവടുകൾ മുൻപോട്ട് വെക്കുന്നെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള പ്രതികൂലം എന്താണോ അതൊക്കെ വഴിമാറും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മുൻപിലുള്ള പ്രതികൂലങ്ങൾ ഇന്ന് പകൽക്കാലം മാറുമെന്ന്. പക്ഷെ ആ വിശ്വസിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്കൊരു ഉറപ്പും ഒരു ശക്തിയൊക്കെ ഉണ്ടാകണം. പലപ്പോഴും നമ്മളൊക്കെ വിശ്വാസത്തിൽ അങ്ങ് ക്ഷീണിച്ചു പോകുകയാണ്. പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്, വചനം വായിക്കുമ്പോഴൊക്കെ ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ അതെല്ലാം ഒന്ന് കഴിഞ്ഞ് മാറി നിന്ന് കഴിയുമ്പോൾ ഈ വിശ്വാസം പെട്ടെന്ന് തണുത്തു പോകുന്നത് പോലെ ഒരു അനുഭവം. പക്ഷെ എന്താണോ നമ്മൾ പറഞ്ഞത്, ഏത് വിശ്വാസത്തിലാണോ നമ്മൾ പ്രാർത്ഥിച്ചത്, ആ വിശ്വാസത്തിൽ അന്ത്യത്തോളം നിൽക്കണം. അതാണ് നമ്മുടെ വിശ്വാസത്തിലാണ് പിശാച് നോക്കുന്നത്. യോബിന് അനേക കഷ്ടതകൾ വന്നപ്പോഴും അവൻ പറഞ്ഞൊരു വാക്ക്, അവൻ എന്നെ കൊന്നാലും ഞാൻ ഈ ദൈവത്തിനായി കാത്തിരിക്കും. ആകയാൽ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ച് ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റി നല്ലൊരു സന്തോഷകരമായ ഒരു വിശ്വാസ ജീവിതം ഇന്ന് പകൽക്കാലം കഴിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.